കണ്ടിന്യൂസ് 12 മാസം വരെ മെൻസസ് വന്നില്ലെങ്കിൽ അതിനർത്ഥമാണ് മെനോപോസുള്ള കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള അവസ്ഥയാണ് പോസ്റ്റ് മെനോപോസ്. ജനറലി 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഇത് മെനോപോസുള്ള കണ്ടീഷൻ കാണാം. ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. എന്താ വെച്ചാൽ നമുക്ക് ഈ ഹോട്ട് ഫ്ലാഷസ് ആണ് പറയാം. ഇതെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ഫേസിൽ ഭയങ്കര ചൂടായിട്ട് തോന്നും, നെക്കിൽ ചെസ്റ്റിൽ ഭയങ്കര ചൂടായിട്ട് തോന്നും. ബാക്കി ആൾക്കാർക്ക് ചിലപ്പോൾ ആ സമയത്ത് നോർമൽ അവസ്ഥ ആയിരിക്കാം, പക്ഷെ ഇവർക്ക് ചൂട് തോന്നും. കൂടാതെ ഇവർക്ക് ഭയങ്കര വേർക്കും, പിന്നെ ഒരു നെഞ്ചടിപ്പുണ്ടാവും, പിന്നെ ഉറക്കം ബുദ്ധിമുട്ടുണ്ടാവും, ഈ കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ സ്ലീപ്പ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്താ വെച്ചാൽ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാനാവില്ല, അഥവാ ഉറങ്ങിയാൽ തന്നെ അതിൽ ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അതിന് കാരണം രാത്രി ഉറങ്ങാത്തതുകൊണ്ട് എന്തായി പകൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും. അതേപോലെ തന്നെ മൂഡ് ഡിസോർഡർ, എന്താ വെച്ചാൽ എൻസൈറ്റി, ഡിപ്രഷൻ, ദേഷ്യം പിടിക്കൽ, കരച്ചിൽ, ഇതൊക്കെ എല്ലാം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കണ്ടീഷനുകൾ കൂടി വരാം. പിന്നെ ഈ യൂറിനറി സിംറ്റംസ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രയ്ക്കാൻ തോന്നും, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, വേഗം മൂത്രയിക്കണം. പിന്നെ ചില സമയത്ത് ചുമയ്ക്കുമ്പോൾ തന്നെ മൂത്രം ഇറ്റിച്ച് പോവും. ഈ കണ്ടീഷൻ കൂടിയാവാം. കൂടാതെ നമുക്ക് വെജൈനൽ ഡ്രൈനെസ് ഉണ്ടാവും, പിന്നെ പെയിൻ, ഇന്റർകോഴ്സ് സമയത്ത് പെയിൻ ഉണ്ടാവും, പിന്നെ ഇച്ചിങ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ മൂഡ് സ്വിങ്സ്, അത് കൂടാതെ നമുക്ക് ഓർമ്മശക്തിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ പോസ്റ്റ് മെനോപോസൽ കണ്ടീഷൻ സമയത്ത്. പിന്നെ നമുക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും, ഷോൾഡർ പെയിൻ ഉണ്ടാവും. ഇതൊക്കെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്തായി ഒരു ജനറൽ ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് ഇത് കാണാം. അതേ കൂടാതെ ജനറൽ ലോങ് ടേംസ് ഉള്ള പ്രശ്നങ്ങൾ കൂടി ഇതിൽ ഉണ്ടാവാറുണ്ട്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? എന്താ വെച്ചാൽ നമുക്ക് ഹൈറ്റ് കുറച്ച് ചെറുതായിട്ട് തോന്നും, ലേഡീസിൻ്റെ ഹൈറ്റ് ചെറിയ കുറഞ്ഞ പോലെ തോന്നും. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവും, പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടാവും. കൂടാതെ ഒരു ഇത്തിരി കൈ സ്ലിപ്പായാലും വീണാൽ തന്നെ വേഗം ഫ്രാക്ചർ ആയി പോകും. അപ്പോൾ അതാണ് പറയുക ഓസ്റ്റിയോപോറോസിസ്. എന്താ വെച്ചാൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമുക്ക് ഓവറി ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, കൊടുക്കുന്നില്ല. അപ്പോൾ അതേ സാധനം ഈ ഫംഗ്ഷൻ കുറയുമ്പോഴാണ് ഈ പ്രശ്നം കാണാം. അതേപോലെ തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് ആയതിന് കാരണം എന്തായി പോവും, ഈ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, പിന്നെ പ്രഷർ വരാം, ഷുഗർ വരാം, പിന്നെ കൊളസ്ട്രോൾ കൂടാം. ഈ പ്രശ്നങ്ങൾ കൂടിയിട്ട് എവിടെയിലേക്ക് പോവും, ഹാർട്ട് ഡിസീസിലേക്ക് പോവും. അപ്പോൾ പോസ്റ്റ് മെനോപോസൽ ഈ മെൻസസ് സ്റ്റോപ്പ് ആയതിനു ശേഷം ഈ പ്രശ്നങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിന് പരിഹാരം എന്താ? ഇത് സംഭവം എന്താ വെച്ചാൽ നമുക്ക് റെഗുലർ എക്സസൈസ് ചെയ്യുക, പിന്നെ കാൽസ്യം, വൈറ്റമിൻ ഡി ഇതൊക്കെ പൂർത്തിയായിട്ട് കഴിക്കുക. കൂടാതെ ഒരു റെഗുലർ ചെക്കപ്പ് ചെയ്യുക. ഇത് വളരെ ആവശ്യമുണ്ട്. അതിന് കൂടെ തന്നെ അഥവാ ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ, ഇല്ലെങ്കിൽ ഹോട്ട് ഫ്ലഷസ്, ചൂടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ മൂഡ് സ്വിങ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ അഥവാ കൂടുതലായിട്ട് ഉണ്ടായെങ്കിൽ അപ്പോൾ നമുക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ നിർബന്ധമാണ്. പിന്നെ ഇപ്പോൾ മനസ്സിലായല്ലോ, ഈ നമ്മുടെ വീട്ടിൽ അങ്ങനെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഈ ഏജ് ആകുമ്പോഴത്തേക്ക് ഒരു 45-50 ആകുമ്പോഴത്തേക്ക് ഒരു ബിഹേവിയർ ചേഞ്ച് ഒക്കെ കാണാം, ദേഷ്യമൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയും, ഇത് അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, സെക്രട്ടറിനെ കാണിക്കുക, എന്ത് നിങ്ങൾക്ക് മാത്രം ഇങ്ങനത്തെ ബുദ്ധിമുട്ട് നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മെൻസുറൽ പീരീഡ് ആയാലോ, മെനോപോസ് ആയാലോ, പോസ്റ്റ് മെനോപോസ് ആയാലോ, ഇത് സൂക്കടല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഡിസീസ്. സൂക്കടല്ല, ഇതൊരു നാച്ചുറൽ പ്രോസസ് ഓഫ് ലൈഫാണ്. അപ്പം അതുകൊണ്ടാണ് ഒരു സ്ത്രീ നമ്മളോട് എത്ര ആത്മാർത്ഥമായിട്ട് കെയർ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളെല്ലാവരും വീട്ടിലെ ആണുങ്ങൾ, മെയിൽസ് പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീട്ടിലുള്ള ഈ പ്രായമുള്ള ആൾക്കാർ, ഈ പൂർത്തിയുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ 45-50 ഏജിലുള്ള ആൾക്കാരൊക്കെ ഈ ഫേസിൽ പോകുമ്പോൾ ഞങ്ങൾ കൂടി എന്താക്കണോ, അവിടെ കെയർ ചെയ്യണം. ദാറ്റ് ഈസ് ലൈഫ്. സോ സ്റ്റേ ഹെൽതി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.